ഹായ് ചെങ്ങന്മാരെ, ഞാനിപ്പോൾ ഉള്ളത് ദോഹയിലെ സൂക്ക് വഖഫിലാണ്. സംഭവം സമയം 6:30 മണിയായിട്ടോ രാവിലെ. പക്ഷേ സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വന്നിട്ടില്ല. ഇന്ന് മൊത്തത്തിലൊരു മൂടലുള്ള ദിവസമാണെന്ന് തോന്നുന്നു. ഇതിവിടുത്തെ പള്ളിയാട്ടോ, സൂക്ക് വഖഫിലെ ചെറിയൊരു പള്ളിയാണ്. ഇവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുറേ അടയാളങ്ങൾ കണ്ടോ നിങ്ങൾ? ഇതൊരു മണൽ പോലത്തെ പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഒരു മാർബിൾ കഷ്ണം കൊണ്ട് കാലിനോട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കാണാം. കുറേ ക്ലീനിങ് സ്റ്റാഫുമാരൊക്കെ ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ വരുത്തിയിട്ടിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ അവരോട് ചോദിച്ചപ്പോൾ ഈ ഫുഡിൻ്റെ ഒക്കെ ചെറിയ കറകളും വേസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ, അതായത് ഈ ജ്യൂസിൻ്റെ ഒക്കെ കറകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ വരുതണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുത്തി പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനുശേഷം പിന്നെ ഫുള്ള് അടിച്ച് വാരി ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്തായാലും കുറേ സമയത്തെ ഒരു പരിപാടി ആയിക്കോട്ടോ അത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ കുറച്ച് മാത്രമേ തുറന്നിട്ടുള്ളൂ. രാവിലെ വൈകുന്നേരങ്ങളിലാണ് ഫുള്ളായിട്ട് തുറക്കുക. വൈകുന്നേരം ഒന്നും ഇവിടുന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയില്ല. അതാണ് പിന്നെ വൈകുന്നേരം അങ്ങനെ വീഡിയോ എടുക്കാത്തത്. ഇതുപോലത്തെ ചെറിയ ഇടയിലൂടെ അങ്ങനെ പോയിട്ട് കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇതൊന്നും തുറന്നിട്ടില്ല കേട്ടോ. സാധനങ്ങൾ കുറേ പുറത്തുണ്ടെങ്കിലും ഈ ഒരാളെ കണ്ടോ? ഈ ഒരാളെ ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോൾ ശരിക്കും ഒരു അറബി നിൽക്കുന്നതായിട്ട് തോന്നി. അടുത്തെത്തിയപ്പോഴല്ലേ ആളെ മനസ്സിലായത്. ഇവിടെ അങ്ങനെ ഫുള്ള് ഷോപ്പുകളാട്ടോ. ഇവിടെ ഒരു സാധനം കണ്ടോ നിങ്ങൾ? ഒരു ഒട്ടകം ചുമലിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ട് പുറത്തേക്ക് നോക്കിക്കുന്ന ഒരു ഒട്ടകം. സംഗതി നല്ലൊരു ഒട്ടകം കേട്ടോ, ഉണ്ടാക്കി വെച്ചാണ്. നല്ല രസമല്ലേ കാണാൻ? ഇവിടെ ശരിക്കും കൂടുതലുള്ള റെസ്റ്റോറൻറ്റുകളാട്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. ഈ കാണുന്നത് സിനിമാ തിയേറ്ററാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള സൂക്കിൻ്റെ ഉള്ളിലുള്ള ഈ ഏരിയ ഉണ്ടോ? ഈ ഏരിയ കംപ്ലീറ്റ് ഇതിൻ്റെ താഴെ ഫുള്ള് പാർക്കിംഗ് ആട്ടോ. ഈ മേലെ ശരിക്കും പല പ്രോഗ്രാമുകളൊക്കെ നടത്താനും പറ്റിയ ഏരിയ ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മുകളിൽ. അപ്പോൾ ഇത് ആൾക്കാർക്ക് നടന്നിറങ്ങാനുള്ളൊരു സ്ഥലമാണ്. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പാർക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് എത്തുക. ഇവിടെ കുറേ മെഷീൻ കണ്ടോ? ഇത് പേയ്മെൻറ്റ് ചെയ്യുന്ന മെഷീൻ കേട്ടോ. പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ കാർഡ് ഇതിലിട്ട് നോക്കണം. അപ്പോൾ പേയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് കേട്ടോ. ഇത് കുറേ ഏരിയ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇതിവിടെ ഒരു മെഷീൻ കണ്ടോ നിങ്ങൾ? ഈ മെഷീനിൽ നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കിട്ടും കേട്ടോ. നമ്മുടെ മുന്നിൽ തന്നെ കട്ട് ചെയ്ത് പിഴിഞ്ഞ് തരുന്നതായതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഉള്ളിലേക്ക്. ഇതൊക്കെ അടുത്ത റെസ്റ്റോറൻറ്റുകളാട്ടോ. റെസ്റ്റോറൻറ്റുകളൊക്കെ ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. ഇതൊരു പോലീസ് സ്റ്റേഷനാട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള രാത്രി ആകുമ്പോഴേക്ക് ഈ ഭാഗം കംപ്ലീറ്റ് ഫുള്ളാവും കേട്ടോ ആൾക്കാരെ കൊണ്ട്. ഇതൊക്കെ പാർക്കിങ്ങിലേക്കുള്ള ലിഫ്റ്റുകളാട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇതവിടെ കുറേ ഒട്ടകങ്ങളുണ്ട്. തിന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. രാവിലെ വെയിലുള്ളാനിരിക്കാൻ തോന്നുന്നു. ഇത് കണ്ടോ? ഇത് വേറൊരു പാർക്കിംഗ് ആണ്, നോർത്തേൺ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇതിന് തന്നെ 4 എൻട്രൻസ് ഉണ്ട്. നോർത്തേൺ പാർക്കിങ്ങിൻ്റെ 4 എൻട്രൻസ് ഉണ്ട്. മൊത്തത്തിൽ 6 പാർക്കിങ്ങുകളുണ്ട് സൂക്ക് വഖഫിന്. ഈ പാർക്കിൻ്റെ താഴെ കംപ്ലീറ്റ് കാർ പാർക്കിംഗ് ആട്ടോ. കണ്ടോ? ഇത് വേറൊരു ഗേറ്റാണ്. ഈ പാർക്കിങ്ങിൻ്റെ മേലെ കംപ്ലീറ്റ് ഒരു പാർക്കാണ് കേട്ടോ. ഒരു പാർക്കായിട്ട് സെറ്റ് ചെയ്തതാണ്. പാർക്കിന് ഇങ്ങനെ കുറേ എൻട്രൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂക്ക് വഖഫിൻ്റെ മാതിരി തന്നെ ഒരു പഴയ ഒരു ട്രഡീഷണൽ സെറ്റപ്പിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കൊക്കെ ചെയ്ത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പാർക്കാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് വന്നിരിക്കാനും വ്യായാമം ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് കുറേയൊക്കെ മരം കൊണ്ടാട്ടോ ചെയ്തത്. അതായത് ഒരു സൂക്ക് വഖഫിൻ്റെ ഒരു തീമിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പഴയ മരങ്ങളൊക്കെ കൊണ്ടൊക്കെ ചെയ്ത്. നല്ല വൃത്തിയുണ്ട് കേട്ടോ സംഭവം. കുട്ടികൾ കളിക്കാനുള്ള ഏരിയകളുണ്ട്. അതുപോലെ തന്നെ ചെറിയതൊരു ഷോപ്പുണ്ട്. ഷോപ്പ് തുറന്നിട്ടില്ല, ഒരു കോഫി ഷോപ്പ് തന്നെ ആണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഈ ജിമ്മിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പോകുന്ന വൈമലൊക്കെ കാണാൻ പറ്റും. ശരിക്കും ഇതുപോലെയൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് സുഖമല്ലേ. ഇപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ പോവുകയാണെങ്കിൽ തന്നെ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. ശരിക്കും നമ്മളെ മുട്ടായി തെരുവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഭാഗത്തും ഒക്കെ അണ്ടർഗ്രൗണ്ടൊക്കെ പാർക്കിംഗ് ആക്കി മാറ്റുകയാണെങ്കിൽ എന്തൊരു സൗകര്യം ഉണ്ടാവില്ലേ. എത്ര സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ 3 ബേസ്മെൻറ്റിലായിട്ട് പാർക്കിങ്ങുകളാട്ടോ. ഇവിടെ കണ്ടോ ഒരു ആംഫി തിയേറ്ററൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയില്ലേ, പ്രോഗ്രാമുകളൊക്കെ നടത്താൻ പറ്റിയേ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോടൊക്കെ ഇങ്ങനെ ആവുമെന്നൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ നടത്തം ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.